ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രാരംഭ പ്രാർത്ഥന. ഓ ദൈവമേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ത്വക്കിൽ ഈശോ അനുഭവിച്ച വേദനകളെ ധ്യാനിച്ച് നമുക്കിങ്ങനെ ചൊല്ലാം. എൻ്റെ ഈശോയെ, കരുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. 68 സങ്കീർത്തനം 1 വാക്യമാണിത്. ഇങ്ങനെ ഇത് 6 പ്രാവശ്യം 5 ദശകങ്ങളായി ചൊല്ലി ആണ് നമ്മൾ ജപമാല ചൊല്ലുന്നത്. ത്വക്ക്, ചെവികൾ, കണ്ണുകൾ, മൂക്ക്, നാവ്. അതിനുശേഷം 3 വർഷത്തെ പരസ ജീവിതത്തെ ധ്യാനിച്ച് നമ്മൾ വീണ്ടും കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന് 3 പ്രാവശ്യവും കൂടെ ചൊല്ലി കാഴ്ചവെക്കുന്നു. പിന്നീട് സമാപന പ്രാർത്ഥനയാണ്. ദൈവപിതാവേ, ഞങ്ങളുടെ സംരക്ഷകനെ, ഞങ്ങളെ കാണണമേ. അങ്ങേ തിരുക്കുമാരനായ ഈശോയുടെ തിരുമുഖത്തെ കടാക്ഷിക്കണമേ. കർത്താവെ, മഹാപാപങ്ങളാൽ അങ്ങേ തിരുമുൻപിൽ വിരൂപരായി നിൽക്കുന്ന ഞങ്ങളെ കോപത്തോടെ നോക്കരുതേ. അങ്ങ് പ്രസാദിച്ചിരിക്കുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തിൻ്റെ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ നാളുകളിലെ കുറ്റങ്ങൾക്ക് പരിഹാരമായും ഞങ്ങൾക്കെതിരായുള്ള അങ്ങയുടെ നീതിപൂർവകമായ ക്രോധത്തെ ശമിപ്പിക്കാനുമായി അപമാനത്താൽ മൂടപ്പെട്ടതും രക്തം കട്ടപിടിച്ച് വിരൂപമാക്കപ്പെട്ടതുമായ ഈശോയുടെ തിരുമുഖത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രക്ഷകനായ ഈശോയുടെ അവയവങ്ങളായ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ഈശോ സ്വന്തം ശിരസിൽ ഏറ്റെടുത്തതിനാൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി രക്തവിയർപ്പുകളും ഉമിനീരും പൊടിയും നിറഞ്ഞ ഈശോയുടെ തിരുമുഖത്തെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമീൻ.